ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു AI ടൂളാണ്. ഈ ടൂൾ നമ്മളെ എല്ലാം പഠിപ്പിക്കും. എന്ത് പഠിക്കണം എന്ന് പറഞ്ഞാലും നമ്മളത് പഠിപ്പിക്കും. നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അങ്ങനെയുള്ള ഒരു കിടിലം AI ടൂളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നാണ് ഇതിന്റെ പേര്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഹോം സ്ക്രീനിലേക്ക് വരും. ഇത് ഗൂഗിൾ AI സ്റ്റുഡിയോ ആണ്. ഇതിലേക്ക് നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഗോ ടു ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജിമെയിൽ ഓൾറെഡി ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോഗിൻ ആവും. അതിനുശേഷം നമ്മുടെ സ്ട്രീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രീം ഇത് വെച്ചിട്ട് നമുക്ക് ഇത് തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ ഷെയർ ഉണ്ട്, ടോക്ക് ഉണ്ട്, വെബ് ക്യാം ഉണ്ട്. അപ്പൊ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്കത് എന്ത് വേണമെങ്കിലും അതിനോട് ചോദിക്കാം. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇപ്പൊ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ പഠിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു എക്സൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ ഈ ടൂളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് സ്ക്രീൻ കണ്ടുകൊണ്ട് അത് പറഞ്ഞു തരും. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ സ്ക്രീൻ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യണം, നമുക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വന്നിട്ട് നമുക്ക് തന്നെ ഈ സ്ക്രീൻ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ സ്ക്രീൻ ഷെയർ കൊടുത്തിട്ട് നമുക്ക് ഏത് ലാംഗ്വേജിലും ഇതിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ പറഞ്ഞു തരും. എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് കാണാം, ഈ സ്ക്രീൻ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. വിൻഡോയ്ക്കകത്ത് നമ്മുടെ സ്ക്രീൻ അല്ലെങ്കിൽ തന്നെ എൻ്റെ സ്ക്രീൻ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫുൾ അതിന് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്തതിന് ശേഷം നമ്മൾ അതിനോട് സംസാരിക്കാം. ഹായ് ഗൂഗിൾ, can you speak Malayalam? Certainly, I can speak in Malayalam. How can I assist you today in Malayalam? Okay, ഞാനൊരു എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ സാധിക്കുന്നുണ്ടോ? അതെ, ഞാൻ ആ സ്പ്രെഡ്ഷീറ്റ് കാണുന്നുണ്ട്. അതിൽ സ്റ്റുഡന്റ് ID, സ്കൂൾ ബിൽഡിംഗ്, ബർത്ത് ഡേറ്റ്, ജെൻഡർ, ഗ്രേഡ് ലെവൽ, ടീച്ചർ ID, പിന്നെ കുറച്ച് സബ് ഗ്രൂപ്പുകളുണ്ട്. ഓരോ കോളത്തിലും വിവരങ്ങൾ. ഓക്കെ, എനിക്ക് ടേബിൾ ഒന്ന് സമ്മറൈസ് ചെയ്യണം. പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് എനിക്കൊന്ന് സമ്മറൈസ് ചെയ്യാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? തീർച്ചയായും, പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് ഈ ഡേറ്റ സമ്മറൈസ് ചെയ്യാൻ ഞാൻ സഹായിക്കാം. ആദ്യം സ്പ്രെഡ്ഷീറ്റിലെ ഏത് ഡേറ്റയാണ് നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യേണ്ടതെന്ന് പറയാമോ? സ്കൂൾ ബിൽഡിംഗ് വെച്ചിട്ട് എനിക്ക് എത്ര സ്റ്റുഡന്റ് ഉണ്ടെന്നൊന്ന് സമ്മറൈസ് ചെയ്തെടുക്കണം. ഓരോ ബിൽഡിംഗിൽ എത്ര സ്റ്റുഡന്റ് പഠിക്കുന്നുണ്ടെന്ന് പിവറ്റ് ടേബിൾ ഉപയോഗിച്ചിട്ട് എനിക്കൊന്ന് സമ്മറൈസ് ചെയ്തെടുക്കണം. മനസ്സിലായി. ഓരോ സ്കൂൾ ബിൽഡിംഗിലും എത്ര സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടെന്നറിയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനായി നമുക്ക് പിവറ്റ് ടേബിൾ ഉപയോഗിക്കാം. ആദ്യം സ്പ്രെഡ്ഷീറ്റിലെ ഡാറ്റ മുഴുവൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് മെനുവിൽ പോയി പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്യുക. ശേഷം പുതിയൊരു ഷീറ്റിൽ പിവറ്റ് ടേബിൾ ഉണ്ടാക്കാൻ പറയുക. അവിടെ റോസ് സെക്ഷനിൽ സ്കൂൾ ബിൽഡിംഗ് ആഡ് ചെയ്യുക. വാല്യൂ സെക്ഷനിൽ സ്റ്റുഡന്റ് ID എന്ന് ആഡ് ചെയ്യുക. സ്റ്റുഡന്റ് ID കൗണ്ട് ആയിട്ടായിരിക്കും കാണിക്കുക. ഇങ്ങനെ ഓരോ സ്കൂൾ ബിൽഡിംഗിലുമുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം കൃത്യമായി കാണാൻ സാധിക്കും. ഓക്കെ, നന്ദി. എനിക്ക് ഈ ഓരോ ബിൽഡിംഗിലുമുള്ള സ്റ്റുഡന്റിന്റെ ഐഡിയും കൂടെ കാണാൻ സാധിക്കുമോ? ഐഡിയും ടോട്ടലും കൂടെ കാണാൻ സാധിക്കുമോ? തീർച്ചയായും, അതും ചെയ്യാം. പിവറ്റ് ടേബിൾ എഡിറ്റർ വഴി വാല്യൂ സെക്ഷനിലുള്ള സ്റ്റുഡന്റ് ഐഡിയുടെ സെറ്റിംഗ്സ് മാറ്റിയാൽ മതി. അവിടെ സമ്മറൈസ് ബൈ എന്നുള്ളത് കൗണ്ട് എന്നതിന് പകരം ഷോ ആസ് എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ഐഡിയുടെ ലിസ്റ്റ് കാണാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ ഓരോ സ്റ്റുഡന്റ് ഐഡിയും കാണിക്കുന്ന രീതിയിൽ പിവറ്റ് ടേബിൾ മാറ്റി എഴുതാം. കൂടുതൽ എളുപ്പമുള്ള രീതി ഡാറ്റയുടെ സ്വഭാവം അനുസരിച്ച് പറയാൻ സാധിക്കും. ഓക്കെ, ഈ സമ്മറൈസ്ഡ് ബൈക്കത്ത് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്? വാല്യൂ സെക്ഷനിൽ സ്റ്റുഡന്റ് ഐഡിയുടെ നേരെ കാണുന്ന സമ്മറൈസ് ബൈ എന്നുള്ളത് കൗണ്ട് ആയിട്ട് മാറ്റണം. അപ്പോൾ ഓരോ ബിൽഡിംഗിലുമുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ഷോ ആസ് എന്ന സെക്ഷനിൽ ഷോ വാല്യൂസ് ആസ് എന്നതിൽ കൗണ്ട് യുണീക്ക് എന്നതോ മറ്റോ സെലക്ട് ചെയ്യാം. എനിക്കിപ്പോ സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് 2 എന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ അതിന്റെ ID എല്ലാം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതൊക്കെ സ്റ്റുഡന്റ് അവിടെ പഠിക്കുന്നു അതിന്റെ ID, സെൻട്രലിനകത്ത് പഠിക്കുന്ന സ്റ്റുഡന്റിന്റെ ഐഡികളെല്ലാം കാണിച്ചതിന് ശേഷം കൗണ്ട് 2 എന്ന് കൂടെ കാണിക്കണം. അതാണ് എന്റെ ആവശ്യം. മനസ്സിലായി. ഓരോ സ്കൂൾ ബിൽഡിംഗിന് കീഴിലുമുള്ള സ്റ്റുഡന്റ് ഐഡികൾ ലിസ്റ്റ് ചെയ്ത് അതിനുശേഷം ആ ബിൽഡിംഗിലെ മൊത്തം സ്റ്റുഡന്റ് എണ്ണം കാണിക്കണം, അല്ലേ? അതിനായി പിവറ്റ് ടേബിൾ എഡിറ്ററിൽ റോസ് സെക്ഷനിൽ സ്കൂൾ ബിൽഡിംഗ് കാണാമല്ലോ. അതിന്റെ തൊട്ടു താഴെ സ്റ്റുഡന്റ് ID കൂടി റോസിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഓരോ സ്കൂൾ ബിൽഡിംഗിനും കീഴിൽ അതിലെ സ്റ്റുഡന്റ് ഐഡികൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ശേഷം വാല്യൂ സെക്ഷനിലെ സ്റ്റുഡന്റ് ഐഡിയുടെ സെറ്റിംഗ്സ് മാറ്റി സമ്മറൈസ് ബൈ എന്നത് കൗണ്ട് ആക്കുക. ഇപ്പോൾ ഓരോ ബിൽഡിംഗിന് കീഴിലും സ്റ്റുഡന്റ് ഐഡികളുടെ ലിസ്റ്റും മൊത്തം സ്റ്റുഡന്റ് എണ്ണവും കാണാൻ സാധിക്കും.
ഓക്കെ, പെർഫെക്റ്റ്. ഇപ്പോൾ എനിക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതുപോലെ എക്സലിൽ എന്ത് കാര്യവും താങ്കൾ എനിക്ക് പറഞ്ഞു തരുമോ? ഏത് സഹായത്തിനും ഞാൻ ഇവിടെയുണ്ട്. എന്ത് ചെയ്യാനാണെങ്കിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, എനിക്ക് ഇപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് പെയിന്റ് ബ്രഷ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായും സഹായിക്കാം. വിൻഡോസ് സെർച്ച് ബാറിൽ പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാർട്ട് മെനുവിൽ പോയി ആക്സസറീസ് എന്ന ഫോൾഡറിൽ പെയിന്റ് കണ്ടെത്താനും സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ പെയിന്റ് ഓപ്പൺ ആവും. ഓക്കെ, പെയിന്റ് ഓപ്പൺ ആയി. ഇതിന്റെ അകത്ത് എനിക്കൊരു സ്ക്വയർ വരയ്ക്കണം. അതെങ്ങനെയാണ് എനിക്ക് സ്ക്വയർ വരയ്ക്കാൻ പറ്റുന്നത്? പെയിന്റ് ഓപ്പൺ ആയതിനു ശേഷം മുകളിലെ ടൂൾ ബാറിൽ ഷേപ്സ് എന്ന വിഭാഗത്തിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൗസ് ഉപയോഗിച്ച് ക്യാൻവസിൽ ഡ്രാഗ് ചെയ്താൽ സ്ക്വയർ വരയ്ക്കാം. ഷിഫ്റ്റും കീ അമർത്തി പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ കറക്റ്റ് സ്ക്വയർ ലഭിക്കും. ഓക്കെ, എനിക്ക് ഈ സ്ക്വയറിന് ഒരു കളർ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കാൻ സാധിക്കും? സ്ക്വയർ വരച്ചതിനു ശേഷം ടൂൾ ബാറിൽ ഫിൽ വിത്ത് കളർ എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ഫിൽ വിത്ത് നിങ്ങൾക്ക് വേണ്ട കളർ എവിടെയാണ് കിടന്നത്? എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എവിടെയാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പറയാൻ തരാമോ? ഫിൽ വിത്ത് കളർ ടൂൾ പെയിന്റ് വിൻഡോയുടെ മുകളിലുള്ള ടൂൾ ബാറിൽ ഒരു പെയിന്റ് ബക്കറ്റിന്റെ ഐക്കൺ പോലെയാണ് കാണപ്പെടുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് ശേഷം നിങ്ങൾക്ക് വേണ്ട കളർ തിരഞ്ഞെടുത്ത് സ്ക്വയറിനുള്ളിൽ ക്ലിക്ക് ചെയ്താൽ കളർ ഫിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പെർഫെക്റ്റ്. എനിക്ക് കളർ ഫിൽ ചെയ്യാൻ സാധിച്ചു. ഇനി അതിന്റെ അകത്ത് എനിക്ക് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യണം, ഒരു വേർഡ് ടൈപ്പ് ചെയ്യാനുണ്ട്. അത് എനിക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും? വേർഡ് ടൈപ്പ് ചെയ്യാൻ ടൂൾ ബാറിലെ ടെക്സ്റ്റ് ടൂൾ തിരഞ്ഞെടുക്കുക. അതൊരു എ എന്ന അക്ഷരമായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് ആ ലെറ്റർ കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ലെറ്റർ കാണാത്തത് ഒരുപക്ഷെ ടെക്സ്റ്റിന്റെ കളർ ബാക്ക്ഗ്രൗണ്ട് കളറിന് സമാനമായതുകൊണ്ടാവാം. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം കളർ പാലറ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു കളർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ടൈപ്പ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ? കാണാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ടൈപ്പ് ചെയ്ത ലെറ്റർ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ടെക്സ്റ്റിന്റെ കളർ മാറ്റാൻ ശ്രമിക്കാവുന്നതാണ്. ടൂൾ ബാറിലെ കളർ പാലറ്റിൽ നിന്നും താങ്ക് യു, കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും സഹായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഓക്കെ, ഇത് എനിക്ക് എങ്ങനെ ഒരു JPEG ഫോർമാറ്റിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും? ഫയൽ JPEG ഫോർമാറ്റിൽ സേവ് ചെയ്യാനായി മുകളിലെ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സേവ് ആസ് എന്ന ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുമ്പോൾ ഫയൽ സേവ് ചെയ്യാനുള്ള വിൻഡോ വരും. അവിടെ ഫയലിനൊരു പേര് നൽകുക. ശേഷം സേവ് ആസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ JPEG ഫോർമാറ്റ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പെർഫെക്റ്റ്. എനിക്ക് സേവ് ചെയ്യാൻ സാധിച്ചു. ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോട് ചോദിക്കാം. അതിനുശേഷം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ തന്നെ സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഗൂഗിളിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രീം ഈസ് ലൈവ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ? ഇത് ഡിസ്കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി സ്റ്റോപ്പ് ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഗൂഗിളിന്റെ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കാര്യവും ഗൂഗിളിനോട് ചോദിച്ചാൽ അത് നമ്മളെ പഠിപ്പിക്കും. നിങ്ങൾക്ക് ഇപ്പം ഫോട്ടോഷോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടറിൽ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വരിക, ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ എടുക്കുക. ഇപ്പോൾ ഇതുപോലെ ലോഗിൻ ചെയ്യുക. അതിനുശേഷം സ്ട്രീമിൽ പോവുക. സ്ട്രീമിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഈ ഗൂഗിൾ AI സ്റ്റുഡിയോ നമ്മളോട് മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ സംസാരിക്കും, ഹിന്ദി സംസാരിക്കാൻ പറഞ്ഞാൽ ഹിന്ദി സംസാരിക്കും. ഒരുപാട് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഈ ഗൂഗിൾ AI സ്റ്റുഡിയോ വെച്ച് ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.